ബാംഗ്ലൂരിൽ ലൂബർ ഓടിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. വാഹനം എവിടുന്നാണ് കഴുകാന്ന് എല്ലാവർക്കും സംശയമുണ്ട്. പുറത്തുപോയി കഴുകുകയാണെങ്കിൽ 700 രൂപ 800 രൂപയാണ് സർവീസ് ചാർജ് മേടിക്കുന്നത്. ഇതിപ്പോ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് 150 രൂപയ്ക്ക് എങ്ങനെ കഴുകാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ എയർപോർട്ടിനടുത്ത് തന്നെ ചെറിയൊരു ടൗൺ ഉണ്ട് ബാംഗ്ലൂര്. ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ റോഡ് സൈഡിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് കാണാൻ സാധിക്കും. 150 രൂപയാണ് വണ്ടി കഴുകുന്നതിന്. 150 രൂപ കൊടുക്കുകയാണെങ്കിൽ അവർ വണ്ടി പുറവും അകവും എല്ലാം കഴുകി വൃത്തിയാക്കി നീറ്റാക്കി അവർ തരും. അതുപോലെ തന്നെ ഒരു കംഫർട്ട് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ഉള്ളൊക്കെ ആ കംഫർട്ട് ഒഴിച്ച് ഒന്ന് അത്യാവശ്യം ക്ലീനാക്കി തുടച്ചു തരും. നല്ലൊരു മണം ഉണ്ടാവും വാഹനത്തിനകത്ത്. കാര്യം വെച്ചാൽ ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവും. കാര്യം പല കസ്റ്റമറും വണ്ടിക്കകത്ത് കയറുകയും പിന്നെ മിച്ചർ, ചിപ്സ്, ലൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്ന് വണ്ടിക്കകത്ത് ഇടുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്തോറും വണ്ടിക്ക് സ്മെല്ല് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ 150 രൂപ ആവശ്യം വരുന്നുള്ളൂ വണ്ടി കഴുകാൻ. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടി ഫുള്ള് ക്ലീനാക്കി ടയറിന്റെ സൈഡ് എല്ലാം കഴുകി വണ്ടിക്കകവും ഫ്രണ്ടും എല്ലാം കഴുകി ക്ലീനാക്കി തരും. ഒരു 150 രൂപയ്ക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് PGയുടെ അടുത്ത് നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് റോഡ് സൈഡിൽ നിന്ന് കഴുകേണ്ടി വരും. എത്ര കഴുകിയാലും അവിടുന്ന് വൃത്തിയാകാനും സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കഴുകി നമ്മൾ റൂമിൽ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ പൊടിയായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇടങ്ങാറാണ്. ഇതാകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം എയർപോർട്ടിലേക്ക് പോകുന്നതിന്റെ എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് അടിയുന്നതിന്റെ കുറച്ച് സമയം നമുക്ക് എന്തായാലും ടൈം കിട്ടും ട്രിപ്പ് അടിയാൻ. ടെർമിനൽ 1-ലേക്കോ 2-ലേക്കോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ വേഗം കഴുകി തീർക്കും. 2-4 ബക്കറ്റ് വെള്ളം കൊണ്ട് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീനായി ചെയ്തു തരും. അപ്പോൾ ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനി അടുത്ത ദിവസം വരാം. ഇതേപോലത്തെ ടിപ്പുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതേപോലെ ടിപ്പുകൾ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക.